ഹലോ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം, പക്ഷെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, കാരണം കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ നമ്മളൊരു ഗാർലിക് ബ്രെഡാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്കുള്ള മൈദയൊക്കെ ഒന്ന് കുഴക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് അളവിൽ ചെറിയ ചൂട് പാലാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവ് ആവും. അപ്പോൾ നമുക്കിതിലേക്ക് മൈദ 1 കപ്പ് അളവിൽ മൈദ ആട്ടോ ഞാൻ എടുത്തേക്കുന്നത്. നമ്മളിവിടെ മദേഴ്സിൻ്റെ മൈദ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ മൈദയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കണത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടറാണ്. അപ്പോൾ ബട്ടറാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബട്ടർ ഇട്ട് കുഴയ്ക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്താലും മതിയാവും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാം അവിടെ ഒരുപോലെ മിക്സ് ആക്കിയിട്ട് ഒരു 1/4 കപ്പ് അളവിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഏകദേശം കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ മാവിനേക്കാൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ പൊറോട്ടയുടെ മാവൊക്കെ പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് ഞാൻ ബ്രഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് നമ്മളൊരു ഡബിൾ സൈസ് ആവണ നേരം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഏകദേശം ഒരു 1.5 മണിക്കൂറെങ്കിലും സമയമെടുക്കും. ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള മാവാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചൂടുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ഒരു 1 മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ പൊങ്ങി കിട്ടും കേട്ടോ. ഇപ്പോൾ ഒരു തണുത്ത സമയം ആയതുകൊണ്ട് കുറച്ച് സമയം കൊണ്ട് കൂടുതലെടുക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കിയാൽ മാത്രം മതി. ഒന്നും കൂടെ ഒന്ന് റോൾ ചെയ്യുക. ഒരുപാട് സ്റ്റിക്കി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂകിയിട്ട് ഒന്ന് റോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ 4 പീസാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ 1 കപ്പ് കൊണ്ട് എടുത്താൽ 4 എണ്ണം ചെയ്യാനുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ 3ഓ 4ഓ എടുക്കാം മെൽറ്റഡ് ബട്ടറാണ് എടുക്കുന്നത്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചതച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കുഞ്ഞതായിട്ട് അരിഞ്ഞോ ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ചേർക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബോൾ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ബോൾസ് മുഴുവൻ ഒരു തുണി കൊണ്ടിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് മാറ്റി വെച്ചേക്കാണ്, പെട്ടെന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2 ചപ്പാത്തിയൊക്കെ കൂട്ടി വെക്കണ ഒരു കനയില്ലേ ആ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കുക. മൈദപ്പൊടി തന്നെ ഇട്ടിട്ട് പരത്തിയെടുത്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് നേരത്തെ ബട്ടറിൻ്റെ ആ ഒരു മിക്സ്ചർ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടത് ഒറിഗാനോയാണ്. ഒറിഗാനോ ഒന്നും നിർബന്ധമൊന്നുമില്ല, ഒരു ടേസ്റ്റ് മേക്കർ അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വറ്റൽമുളക് ചതച്ചതിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ചീസും ഒറിഗാനോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പവും ഇല്ല. അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ഇതിൻ്റെ സൈഡിൽ നമ്മൾ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് അരികൊന്ന് വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒരു ഭാഗമല്ലേ നമ്മൾ മുകളിൽ കാണുള്ളൂ, ആ ഒരു ഭാഗത്തും നേരത്തെ ചെയ്തതുപോലെ തന്നെ ബട്ടറിൻ്റെ മിക്സ്ചറും ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാനിവിടെ കത്തിയുടെ ബാക്ക് സൈഡ് കൊണ്ടിട്ട് ചെറിയ ചെറിയ മാർക്സ് ഇടുന്നുണ്ട്. ചെറുതായിട്ടിട്ട് മുറിക്കണമൊന്നുമില്ല, ചെറിയ മാർക്ക് ഇടണല്ലോ. അത് വേറെ ഒന്നുമല്ല, ഇത് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒറ്റ ബബിളായിട്ട് പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നമുക്കിത് ഉടനെ തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇടുക. മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം 2 സൈഡും നമ്മളൊരു 3 മിനിറ്റ് സമയം വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. മൂടി വെച്ച് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യം, പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരുപാട് സമയമൊന്നും വെക്കരുത്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് നോക്കിയേക്കുക, കാരണം ബാക്ക് സൈഡൊക്കെ ഒരു ചെറിയൊരു ബ്രൗണിഷ് ടിൻ്റ് വരുമ്പോൾ നമുക്ക് ഗ്യാസിൽ നിന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്കിതെല്ലാം ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് മുറിച്ച് കഴിയുമ്പോൾ ശരിക്കും ബ്രെഡൊക്കെ നമ്മൾ കട്ട് ചെയ്യില്ല, ആ ഒരു ഇതിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നുള്ളൂ. പക്ഷേ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.